മധ്യ തിരുവിതാംകൂറിലെ ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ് തിരുവല്ല. ഈ തിരുവല്ലയ്ക്ക് പണ്ട് ശ്രീവല്ലഭപുരം എന്നായിരുന്നു പേരത്രേ. അതിന് കാരണം ഇവിടുത്തെ പ്രസിദ്ധമായ ശ്രീവല്ലഭ ടെമ്പിൾ ആണ്. 108 വൈഷ്ണവ ക്ഷേത്രത്തിൽ ഒന്നായതും തെക്കിന്റെ തിരുപ്പതി എന്നും ദക്ഷിണ തിരുപ്പതി എന്നുമാണ് ഈ ക്ഷേത്രത്തെ പറ്റി അറിയപ്പെടുന്നത്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ എല്ലാ ദിവസവുമുള്ള കഥകളി വഴിപാടാണ്. അത് കാണാനായിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്. സോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഈ വർഷത്തെ വെക്കേഷനിൽ ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണ് ഈ കഥകളി കാണാൻ വന്നിട്ടുള്ളത്. കാരണം ഞാൻ യൂത്ത് ഫെസ്റ്റിവലിലും അല്ലെങ്കിൽ കലോത്സവ വേദികളിലൊക്കെ മാത്രമേ ഈ കഥകളി കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും വ്യത്യസ്തമായ പ്രസിദ്ധമായ ഒരു ക്ഷേത്ര മുറ്റത്തിരുന്ന് ഇത് കാണാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് കഥകളിയിൽ ഈ കളർ മേക്കപ്പ് കിട്ടുന്നതെന്ന്. അപ്പം ഇങ്ങനെ ഒരുപാട് പേരോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് വളരെ നാച്ചുറലായിട്ടാണ് ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് നാച്ചുറൽ പ്രൊഡക്ട്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഈ വെള്ള കളർ കിട്ടാൻ വേണ്ടി മനയോല എന്ന് പറയുന്ന ഒരു കല്ല് പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ സിങ്ക് വൈറ്റൂടെ ചേർക്കുമ്പോഴാണ് ഈ വെള്ള കളർ കിട്ടുന്നത്. പിന്നെ ഗ്രീൻ കളർ എന്ന് പറയുന്നത് ഈ വെള്ള മനയോലയുടെ കൂടെ കട്ട നീലം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ബ്ലാക്ക് കളർ വരുന്നത് ഈ വെളിച്ചെണ്ണയുടെ കരി എടുക്കത്തില്ലേ, അതായത് കൺമഷി വെച്ചിട്ടാണ് ഈ കറുത്ത കളർ കിട്ടുന്നത്. അപ്പം അങ്ങനെയാണ് ഓരോ കലാകാരന്മാരും റെഡി ആവുന്നത്. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് വൈകിട്ട് 10 മണി മുതൽ വെളുപ്പിന് 5 മണി വരെയാണ്. അപ്പോൾ ഏകദേശം ഒരു 8-9 മണിയോളം സമയത്ത് നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഇങ്ങനെ കലാകാരന്മാരൊക്കെ ഒരു സൈഡിലൊരു റൂമുണ്ട്, അവിടെ റെഡി ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. വളരെ സമർപ്പണത്തോടും വളരെ എന്താ പറയുന്നത്, ദൈവികമായ ഒരു ഫീലിംഗ് ആണ് നമ്മളവർ റെഡി ആവുമ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം അത്ര സമർപ്പണത്തോടു കൂടിയാണ് അവർ ഈ ഒരു കഥകളി നേർച്ചയ്ക്ക് വേണ്ടി റെഡി ആവുന്നത്. ഇനി കഥകളിയുടെ ചടങ്ങുകൾ വന്നിട്ട് 5 മണിയാകുമ്പം കേളികൊട്ടി, അതായത് കഥകളി ഉണ്ടെന്ന് അറിയിപ്പ് കൊടുത്താണ് തുടങ്ങുന്നത്. പിന്നെ 10 മണിക്ക് വിളക്ക് വെച്ച് അരങ്ങുകളി ഉണ്ടാകും. അതിനുശേഷം തോടയം ഉണ്ടാകും, വന്ദന ശ്ലോകമുണ്ട്, പുറപ്പാടുണ്ട്, മേളപദമുണ്ട്. പിന്നെയാണ് കഥ തുടങ്ങുന്നത്. എല്ലാം വളരെ ചിട്ടയായി മുഴുവനായും അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ വല്ലഭായി ക്ഷേത്രം. ഈ കഥകളി ഇവിടെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചതിന് അവിടുത്തെ ഭക്തന്മാർ നടത്തുന്ന ഒരു വഴിപാടാണ്. ഇതിന് പുറകിൽ ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് വെല്ലിമംഗലത്തെ സ്വാമിയാർ ഒരു ദിവസം ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയപ്പം ശ്രീകോവിലിനുള്ളിൽ ഭഗവത് ചൈതന്യം കാണാതെ വരികയും അവിടെ നടന്ന കഥകളി നടക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം എത്തുകയും അവിടെ ഒരു ബ്രാഹ്മണ ബാലന്റെ വേഷത്തിൽ ഭഗവാനെ കണ്ടു എന്നുള്ളതാണ് ഇവിടുത്തെ ഐതിഹ്യം. വന്നിട്ട് കഥകളിയൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ പോയി ഈ കഥകളി ഒന്ന് കാണണം. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ വേ ലവ് ഫ്രം TJ ട്രാവൽ വ്ലോഗ്സ്.